ഏറെക്കാലങ്ങൾക്ക് ശേഷം മനോഹരമായൊരു പുസ്തകം വായിച്ചു. റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ എന്ന സിനിമാറ്റിക് സ്റ്റൈൽ എഴുത്തുകാരന്റെ ഒരു സൂപ്പർ നോവൽ. എഴുത്തു പ്രണയം പോലെ തന്നെ വായനയെയും അതിയായി പ്രണയിക്കുന്ന എനിക്ക് ഈ പുസ്തകം എന്റെ കൂട്ടുകാരി സമ്മാനിക്കവേ ഏറെ ആനന്ദം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നവ. വായനാനുഭവം വിവരിച്ചെഴുതി നീണ്ടുപോയതിനാൽ ഹ്രസ്വരൂപത്തിൽ വീണ്ടും എഴുതിയാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എഴുത്തുകാരൻ തന്റെ നോവലിനെ സിനിമാറ്റിക് നോവൽ എന്ന വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. നോവലിനെ എന്റെ സമയ സാഹചര്യങ്ങൾക്കനുസൃതമാം വിധം അല്പാൽപമായാണ് വായിച്ചു പോയതെങ്കിലും അതിലെ അക്ഷരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി സഞ്ചരിക്കവേ തുടരെ ആകാംക്ഷകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാന ഏറെ പേജുകൾ വീട്ടുജോലികൾക്ക് ലീവ് പറഞ്ഞിരുന്ന് ഞാൻ ആർത്തിയോടെ വായിച്ചു തീർത്തു. സംഭവബഹുലമായ കഥാതന്തുക്കൾ അനവധി നിറഞ്ഞ ഈ പുസ്തക വായനാ യാത്ര ഞാൻ ഏറെ ആസ്വദിച്ചു. മനുഷ്യജീവിതത്തിലെ ദുരവസ്ഥകളും വേർപാടുകളും ഒറ്റപ്പെടലുകളും ബന്ധങ്ങളും ഒപ്പം ചേരലുകളും യാഥാർത്ഥ്യത്തിന്റെ അഗാധ വേദനകളുമെല്ലാം അനിവേദ്യമായി ഇണക്കി ചേർത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും എളുപ്പം വായനക്കാരുടെ ഭാവനയ്ക്കുള്ളിലേക്ക് കടന്നെത്തുവാൻ തക്ക വിധത്തിലാണ്. തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ കഥാപശ്ചാത്തലത്തിൽ കഥാകൃത്ത് 2 വർഷത്തോളം ചെന്നൈയിൽ താമസിച്ചാണ് നോവൽ പൂർത്തിയാക്കിയത്. അദ്ദേഹം അഭിമുഖീകരിച്ച അനുഭവങ്ങളും ചേർത്തിണക്കി എഴുതിയ മനുഷ്യ ജീവിതത്തിന്റെ പല ഭാവങ്ങളും അവസ്ഥകളും വരച്ചു ചേർത്തിരിക്കുന്ന ഈ നോവൽ എനിക്ക് വളരെയധികം ഇഷ്ടമായി. എന്റെ ഭർതൃഭവനം തമിഴ്നാട്ടിലായതിനാൽ തമിഴ്നാട് യാത്രകളും അവിടുത്തെ ഭാഷ, ഭക്ഷണ രീതി, സ്വഭാവം, ജീവിതശൈലി, ആചാരങ്ങൾ, അന്തരീക്ഷം എന്നിവയെല്ലാം എനിക്ക് വേഗം തന്നെ ഉൾക്കൊള്ളുവാനും എഴുത്തുകാരന്റെ ഭാവനകൾക്കൊപ്പം സഞ്ചരിക്കുവാനും അനായാസം സാധിച്ചു. കഥാനായകൻ കടന്നുപോയ വഴികൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, നേരിടുന്ന സാഹചര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് മറക്കുവാനാവില്ല. ജീവിതം അങ്ങനെയാണ്. ജീവിതയാത്രയിൽ നാം ആരെയെല്ലാം കണ്ടുമുട്ടുന്നു, എന്തെല്ലാം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നു, ആരും ഒരിക്കലും മറക്കുകയില്ല. മറവിയുടെ മൂടുപടത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നാലും ഒരിക്കലെങ്കിലും ഓർമ്മിക്കാതിരിക്കുവാനാകില്ലല്ലോ. സഹായിച്ചവരെയും ദ്രോഹിച്ചവരെയും ജീവിതം ഓരോരുത്തരെയും ഓരോ രീതിയിൽ പരീക്ഷിക്കുന്നു. അനുഭവങ്ങളാണ് ഓരോ ആത്മാവിന്റെയും സമ്പാദ്യം. വിധിയും ചുറ്റുപാടുകളും ഓരോരുത്തരെയും ഓരോ തരത്തിൽ രചിക്കുന്നു. മനോഹരമായൊരു പ്രണയകാവ്യവും മനുഷ്യത്വത്തിന്റെയും അനാഥത്വത്തിന്റെയും അപമാനത്തിന്റെയും നിരന്തര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആത്മാർത്ഥതയുടെയും തുടങ്ങി ജീവിത യാഥാർത്ഥ്യത്തിന്റെ അനേക ഹൃദയങ്ങളുടെ കഥ പറയുന്ന ഈ നോവലിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വലിയൊരു നിരൂപകയൊന്നുമല്ല. വായനയ്ക്ക് ശേഷം മനതാരിൽ രൂപപ്പെട്ട വാക്കുകളെ എഴുതിയെന്ന് മാത്രം. എത്രത്തോളം കഷ്ടപ്പാടുകളും സഹനങ്ങൾക്കും ഒടുവിലായിരിക്കും എഴുത്തുകാരൻ ഇത്രയും സംഭവബഹുലമായ നോവൽ സൃഷ്ടിച്ചിരിക്കുക? ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുവാനും വർണ്ണിക്കുവാനും ധാരാളം ഉണ്ട്. അത്ര അറിവുകൾ എനിക്കില്ല എന്നതിനാൽ ചെറിയൊരു വിവരണം മാത്രമാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായനയ്ക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിന്ന സന്ദർഭ മനോഹാരിതകൾ മാത്രം.